വർഷം 1678. മറാത്ത സാമ്രാജ്യം. അവരുടെ തലസ്ഥാന നഗരമായ റായ്ഗഡിലെ ഫോർട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഛത്രപതി ശിവജി. അദ്ദേഹം അധികാരത്തിലേറിയിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ വളരെ അസ്വസ്ഥനാണ് അദ്ദേഹം ഇപ്പോൾ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവനും താൻ കേട്ട വാർത്ത ശരിയാകരുതേ എന്നതായിരുന്നു. എന്താണ് അദ്ദേഹം കേട്ടറിഞ്ഞ വാർത്ത? അത് സംഭാജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാർത്തയാണ്. സംഭാജി മറാത്ത സാമ്രാജ്യത്തെ ഒറ്റുകൊടുത്തിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഔറംഗസേബിൻ്റെ കോർട്ടിലാണ്. അവർ രണ്ടുപേരും ഒന്നായിരിക്കുന്നു. രണ്ടുപേർക്കും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: ഛത്രപതി ശിവജിയുടെ സ്വരാജ്യം എന്ന സങ്കല്പത്തെ അപ്പാടെ നശിപ്പിച്ച് കളയുക, മറാത്തയെ പൂർണ്ണമായിട്ടും കീഴടക്കുക, മുഗളന്മാരുടെ സ്വന്തമാക്കി മാറ്റുക. സംഭാജിക്ക് എങ്ങനെയാണ് ഇത്രയും നീചമായിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടായത്? ഇനി കേട്ട വാർത്തയൊക്കെ തെറ്റാണെങ്കിലോ? ഇത്തരത്തിൽ തൻ്റെ പുത്രനെക്കുറിച്ചുള്ള തെറ്റായ നിരവധി വാർത്തകൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇതും തെറ്റായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ആ മനുഷ്യൻ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അല്പനേരം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു വ്യക്തി അവിടേക്ക് പ്രവേശിച്ചു. വളരെയധികം ഭയത്തോടുകൂടി, വിറയ്ക്കുന്ന കാൽവെപ്പുകളോടുകൂടി അദ്ദേഹം ഛത്രപതിയുടെ വളരെ അരികിലേക്ക് നടന്നെടുത്തു. തൻ്റെ അരികിലേക്ക് വരുന്നത് താൻ അയച്ച ദൂതനാണെന്ന്, ചാരനാണെന്ന് വ്യക്തമായിട്ട് ഛത്രപതി ശിവജിക്ക് മനസ്സിലായി. ശിവജി ആകാംക്ഷയോടുകൂടി ആ ദൂതൻ്റെ മുഖത്തേക്ക് നോക്കി. നീ അറിഞ്ഞത് സത്യമാണോ? സത്യമാണെങ്കിൽ മാത്രം എന്നോട് പറഞ്ഞാൽ മതി. ഊഹാപോഹങ്ങൾ ഒന്നും തന്നെ എനിക്ക് കേൾക്കണ്ട. ആ ദൂതൻ വളരെ ഭയത്തോടു കൂടി തന്നെയാണ് അതിന് മറുപടി കൊടുക്കുന്നത്. തിരുമനസേ, ഞാൻ കേട്ടറിഞ്ഞ കാര്യമല്ല ഇവിടെ പറയാൻ പോകുന്നത്, ഞാൻ കണ്ടറിഞ്ഞ കാര്യമാണ്. സംഭാജിയെ ഞാൻ കണ്ടു. ഒപ്പം ഔറംഗസേബും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം പൊട്ടിച്ചിരിക്കുകയും കെട്ടിപ്പുണരുകയും ചെയ്യുന്നുണ്ട്. അവർ വളരെയധികം സന്തുഷ്ടവാന്മാരാണ്. കേട്ടതെല്ലാം ശരിയാണ്. നമ്മുടെ സംഭാജി നമ്മുടേതല്ലാതെയായി മാറിയിരിക്കുന്നു. മറാത്തികൾക്ക് വലിയ ദ്രോഹം ചെയ്യാൻ അദ്ദേഹം കൂട്ടുനിൽക്കുകയാണ്. ഒന്ന് ഉറക്കെ കരയണമെന്ന് ശിവജിക്ക് തോന്നിക്കാണും. പക്ഷേ ആ വ്യക്തി, ആ ബലവാനായ ചക്രവർത്തി കരഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് തന്നെ അറിയാം, താനൊന്ന് കരഞ്ഞാൽ, തൻ്റെ കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണുനീർ നിലത്ത് വീണാൽ മറാത്ത സാമ്രാജ്യം തന്നെ പൊട്ടിക്കരയുന്നതാണ്. കാരണം ഈ സാമ്രാജ്യത്തിൻ്റെ നട്ടല്ലല്ലെങ്കിൽ നെടുന്തൂണ് താനാണ്. ഛത്രപതി ശിവജിയെപ്പോലെ ആ നാട്ടിൽ ഇത് കേട്ട് വിഷമിച്ച അനവധി ആളുകളുണ്ട്. പക്ഷേ ഇത് മറ്റ് പലർക്കും സന്തുഷ്ടകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. പ്രധാനമായിട്ടും ഇത് സന്തോഷിപ്പിച്ചത് ഛത്രപതി ശിവജിയുടെ രണ്ടാം ഭാര്യയായ സൊയറാഭായിയാണ്. സൊയറാഭായിയുടെ മകനല്ല സംഭാജി. സംഭാജി ഛത്രപതി ശിവജിയുടെ ആദ്യ ഭാര്യയായ സായിഭായിയുടെ മകനാണ്. പക്ഷേ സൊയറാഭായിക്ക് ഒരു മകനുണ്ട്. ഛത്രപതി ശിവജിയിലുണ്ടായ ഛത്രപതി ശിവജിയുടെ ഇളയ മകനായ രാജാറാം. രാജാറാമിനെ അടുത്ത ചക്രവർത്തി അല്ലെങ്കിൽ അടുത്ത ഛത്രപതിയാക്കി മാറ്റണമെന്നാണ് സൊയറാഭായിയുടെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. അത് അവരുടെ ചെയ്തി കാരണം ഉണ്ടായിട്ടുള്ളൊരു ഫലമാണോ? വ്യക്തമല്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, സംഭാജി ഇപ്പോൾ മുഗളന്മാരോടൊപ്പമാണ്. അവരോടൊപ്പം ചേർന്ന് മറാത്തകളെ നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. സംഭാജിയുടെ അമ്മയായ സായിബായി 1659 തന്നെ മരണമടഞ്ഞിരുന്നു. അവർ മരിക്കുമ്പോൾ സംഭാജിക്ക് വെറും 2 വയസ്സ് മാത്രമാണ് പ്രായം. പിന്നീടുള്ള വർഷങ്ങളിൽ അദ്ദേഹത്തെ നോക്കി വളർത്തിയത് മുത്തശ്ശിയായ ജീജാബായി ആയിരുന്നു. ആ കാലഘട്ടങ്ങൾ ഛത്രപതി ശിവജി ഛത്രപതിയായി മാറിയിരുന്നില്ല. പക്ഷേ അദ്ദേഹം വിദഗ്ധമായി തന്നെ തൻ്റെ മകന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്തിരുന്നു. വിദ്യാഭ്യാസം കൊണ്ട് ഈ ലോകത്തിൽ തന്നെ കീഴടക്കാൻ സാധിക്കുമെന്ന് ആ മനുഷ്യൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സംഭാജിക്ക് വ്യത്യസ്തമായിട്ടുള്ള നിരവധി ഭാഷകൾ അറിയാമായിരുന്നു. അദ്ദേഹം സംസ്കൃതത്തിൽ അഗ്രഗണ്യനായിരുന്നു. സംസ്കൃതത്തിൽ ഒരു പുസ്തകം തന്നെ എഴുതാൻ അദ്ദേഹത്തിന് സാധ്യമായിരുന്നു. ആ പുസ്തകം ഇപ്പോഴും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സംസ്കൃത പുസ്തകമായി തുടരുന്നു. വിദ്യാഭ്യാസം കൊണ്ട് എന്തും നേടിയെടുക്കാമെന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയില്ല.
എത്ര കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചാലും, എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾ തന്നെ കഴിഞ്ഞാൽ അതെല്ലാം മറന്നു പോകുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പഠന രീതിയാണ്. എല്ലാവർക്കും ഒരേ രീതിയിൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുകയില്ല. എല്ലാവരും വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരാണ്. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ പഠന രീതി തന്നെ ക്രമീകരിക്കാൻ. വ്യത്യസ്തമായിട്ടുള്ള 25 പഠന രീതികളും മെമ്മറി ട്രിക്കുകളും അതുപോലെ മെമ്മറി കോഡുകളുമൊക്കെ ചേർത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 10-20 വർഷമായി ഇതേ മെത്തേഡുകൾ ഫോളോ ചെയ്തതുകൊണ്ടാണ് എനിക്ക് മികച്ച ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമായത്. നിങ്ങൾക്കും അതേ രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാം. പഠിച്ചതൊന്നും ഒരിക്കലും മറക്കാതിരിക്കാം. മികച്ച രീതിയിൽ കോമ്പറ്റീറ്റീവ് എക്സാമുകൾ പാസ്സാകാം. ഈ കോഴ്സ് ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ ഇപ്പോൾ 20% ഒരു ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർ പരിശോധിക്കുക. ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. വിദ്യാഭ്യാസം നൽകിയത് ആയുധകലകളിൽ കൂടിയായിരുന്നു. ഒരു രാജാവിന് ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതാണ് ആയുധകല. അതുകൊണ്ട് തന്നെ ശിവജി നേരിട്ടാണ് സംഭാജിക്ക് ആവശ്യമായിട്ടുള്ള ആയുധകലകൾ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ അഗ്രഗണ്യനായിട്ടുള്ള ഒരു വ്യക്തിയായി സംഭാജി വളർന്നു വന്നു. സംഭാജിക്ക് 17 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ശിവജി ഛത്രപതി ശിവജിയായി അല്ലെങ്കിൽ മറാത്ത സാമ്രാജ്യത്തിൻ്റെ അധികാരിയായിട്ട് മാറുന്നത്. താൻ അധികാരത്തിലേറുമ്പോൾ തനിക്ക് ഒരു പിൻഗാമി കൂടി ഉണ്ടായിരിക്കണമെന്ന് ശിവജിക്ക് വാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത അധികാരിയായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് തൻ്റെ മൂത്ത മകനായ സംഭാജിയെയാണ്. ഛത്രപതി ശിവജിയും സംഭാജിയും തമ്മിൽ വളരെ മികച്ച ഒരു ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്താനായി സൊയ്റാബായി കിണഞ്ഞു പരിശ്രമിച്ചു. സൊയ്റാബായി തനിച്ചായിരുന്നില്ല ഉണ്ടായിരുന്നത്. അവരെ സഹായിക്കാൻ രാജ്യഭരണങ്ങളിൽ തന്നെ ഇടപെടുന്ന പല വിദഗ്ധരും ഉണ്ടായിരുന്നു. ചില സൈനികർ പോലും സൊയ്റാബായിയുടെ വേണ്ടപ്പെട്ട ആളുകളായിരുന്നു. ഇവരെല്ലാവരും കൂടെ ചേർന്ന് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പല ഘട്ടങ്ങളിലും അത് വിജയിച്ചു എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അപ്പോഴൊക്കെ ഛത്രപതി ശിവജി തൻ്റെ മകനെ തന്നോടൊപ്പം ചേർത്ത് പിടിക്കുകയാണ് ഉണ്ടായത്. ഛത്രപതി ശിവജി അധികാരത്തിലേറി 4 വർഷങ്ങൾ കൂടി പിന്നിട്ടപ്പോഴാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത്. എന്തുകൊണ്ടായിരിക്കാം സംഭാജി ഔറംഗസേബിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാൻ താല്പര്യപ്പെട്ടത്? കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ചരിത്രകാരന്മാരിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഒരു കൂട്ടം ചരിത്രകാരന്മാർ പറയുന്നത് ഔറംഗസേബിൻ്റെ കൂടെ പറ്റിക്കൂടി അദ്ദേഹത്തിൻ്റെ മിലിറ്ററി സ്ട്രാറ്റജികൾ മനസ്സിലാക്കുക, അവരുടെ ബലത്തെക്കുറിച്ചും ബലക്ഷയത്തെക്കുറിച്ചുമുള്ള നല്ലൊരു അറിവ് സമ്പാദിക്കുക, ഇതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നാണ്. രണ്ടാമത്തെ ഒരു കൂട്ടം ഗവേഷകർ പറയുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് സൊയ്റാബായി ആണെന്നാണ്. സൊയ്റാബായിയുടെ നിരന്തരമായിട്ടുള്ള പീഡനങ്ങളും കുത്തുവാക്കുകളും ഒരുപാട് സംഭാജി അനുഭവിച്ചിട്ടുണ്ട്. കൂടാതെ ശിവജിയും സംഭാജിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് വിള്ളലുകൾ സൃഷ്ടിക്കാനും അവരെ കൊണ്ട് സാധ്യമായി. തനിക്ക് അധികാരപ്പെട്ട രാജ്യ അധികാരവും അവകാശവും രാജാറാമിലേക്ക് പോകുമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായതിനെ തുടർന്നാണ് കൊട്ടാരം വിട്ട് ഇറങ്ങുകയും ഔറംഗസേബിൽ അഭയം പ്രാപിക്കുകയും ചെയ്തതെന്നാണ്. മൂന്നാമതായി മറ്റൊരു കൂട്ടം ഗവേഷകരുണ്ട്. ആ ഗവേഷകരുടെ ചിന്താഗതി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പഠനങ്ങൾ അനുസരിച്ച് സംഭാജി തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം മുഗളന്മാരോടൊപ്പം പറ്റിച്ചേർന്ന് അവിടെ ഒരു മന്ത്രിയായി അല്ലെങ്കിൽ ഒരു കമാൻഡറായിട്ട് പ്രവർത്തിക്കുക. അതിനുശേഷം മുഗളന്മാരെയും അട്ടിമറിച്ച് ഒരേ സമയം മുഗൾ രാജവംശവും മറാത്ത രാജവംശവും ഭരിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഇതിലേതാണ് വാസ്തവമെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഇത് മൂന്നുമായിരിക്കില്ല, മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം. ഔറംഗസേബ് വളരെ സന്തോഷത്തോടു കൂടി 2 കൈയും നീട്ടിയാണ് സംഭാജിയെ തൻ്റെ കോർട്ടിലേക്ക് സ്വീകരിച്ചത്. കാരണം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം തനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വജ്രായുധമാണ് സംഭാജി എന്ന്. മറാത്ത സാമ്രാജ്യത്തെ തകർക്കാൻ പറ്റിയ ഒരു വജ്രായുധം. പക്ഷേ പിന്നീടുള്ള നാളുകളിൽ സംഭാജിക്ക് അവിടുത്തെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. കാരണം എല്ലായ്പ്പോഴും മുഗളന്മാർ മറാത്തികളെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. അവർ ഭീരുക്കളാണെന്ന് അഭിപ്രായപ്പെടുമായിരുന്നു, അവർ കാഫിറുകളാണെന്ന് അഭിപ്രായപ്പെടുമായിരുന്നു. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഈ കളിയാക്കലുകൾ സഹിക്കാൻ വയ്യാതെ സംഭാജി ഔറംഗസേബിൻ്റെ കോർട്ടിൽ നിന്നും പടിയിറങ്ങി.
അദ്ദേഹം തിരികെ മറാത്ത രാജ്യത്തേക്ക് മടങ്ങിപ്പോയി റായ്ഗഡിലെ ആ ഫോർട്ടിൽ തന്നെ എത്തിച്ചേർന്നു. അവിടെ ഇപ്പോൾ വലിയൊരു സഭ കൂടിയിട്ടുണ്ട്. എന്താണ് സംഭാജിയെ ചെയ്യേണ്ടത്? ശിവജി തകർന്നിരിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട മകനാണ് ഒരു കുറ്റവാളിയെ പോലെ തൻ്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കുന്നത്. ഒപ്പം ഇരിക്കുന്ന സകല വ്യക്തികളും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നുണ്ട്, അതിശക്തമായിട്ടുള്ള ഒരു ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കണം. ഒരു കൂട്ടം ആളുകൾ പറയുന്നു അദ്ദേഹത്തെ സ്ഥിരമായിട്ട് ജയിലിൽ പാർപ്പിക്കുക, അവിടെ തടവിൽ കടത്തുക. മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് സംഭാജിയെ കൊല്ലാനാണ്. മൂന്നാമതൊരു കൂട്ടം ആളുകൾ പറയുന്നത് സംഭാജിയെ നാട് കടത്താനാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കണമെന്ന് പറയുന്ന ഒരു വ്യക്തി പോലും ആ കോർട്ടിലുണ്ടായിരുന്നില്ല. ശരിക്കും അവിടെയുള്ള ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൊയ്റാബായിയുടെ അഭിപ്രായങ്ങളാണ്. സൊയ്റാബായി അത് നേരിട്ട് പറയുന്നില്ല, പല ആളുകളെ കൊണ്ടും പറയിപ്പിക്കുകയാണ്. ഛത്രപതി ശിവജി വളരെയധികം വിഷമത്തോടു കൂടിയാണ് അവിടെ ഇരിക്കുന്നതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. തൻ്റെ മകനാണെങ്കിൽ പോലും സംഭാജിയെ ശിക്ഷിക്കണം. പക്ഷേ അതൊരു ക്രൂരമായ ശിക്ഷയാകാൻ പാടില്ല. ശിക്ഷിച്ചില്ലെങ്കിൽ മറാത്തകൾ തന്നെ തനിക്ക് എതിരെയാകും. കാരണം മറാത്ത സാമ്രാജ്യത്തിനെ ഒറ്റുകൊടുത്തിരിക്കുകയാണ് തൻ്റെ മകൻ. കുറ്റബോധത്തോടു കൂടി മടങ്ങി വന്നു, അത് സത്യമായ കാര്യമാണ്. പക്ഷേ അദ്ദേഹം ജീവിതത്തിൽ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നു. അതിന് ഒരു പണിഷ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ മറാത്തകൾ തന്നെ തനിക്കെതിരെ തിരിയുന്നതാണ്. നാട് കടത്തുകയാണെങ്കിൽ മുഗളന്മാർ തന്നെ തൻ്റെ മകനെ വകവരുത്തും. ഇനി നാട് കടത്തുന്നില്ല, എന്തെങ്കിലും ചെറിയ ശിക്ഷ കൊടുത്ത് അദ്ദേഹത്തെ വെളിയിലേക്ക് വിടുകയാണ്, മറാത്ത സാമ്രാജ്യത്തിൽ തന്നെ താമസിക്കാൻ വിടുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ തിരിയുന്ന ഒരുപാട് മറാത്തകളുണ്ട്. കൂടാതെ സൊയ്റാബായിയുടെ ആളുകളും ഇവിടെയുണ്ട്. അവരും തൻ്റെ മകനെ വകവരുത്തും. അതുകൊണ്ട് ഒട്ടും തന്നെ അപകടം സൃഷ്ടിക്കാത്ത തരത്തിലുള്ള ഒരു ശിക്ഷയായിരിക്കണം തൻ്റെ മകന് കൊടുക്കേണ്ടത്. എല്ലാവരും ഒന്ന് നിശബ്ദരാകൂ. ശിവജിയുടെ ഉറക്കെയുള്ള ആ ശബ്ദം കേട്ട് പെട്ടെന്ന് തന്നെ ആ കോർട്ട് ശാന്തമായി. എല്ലാവരും ശിവജിയെ തന്നെ തുറച്ചു നോക്കി. എന്താണ് ശിവജി പറയാൻ പോകുന്നത്? അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ശിവജി പറഞ്ഞു തുടങ്ങി, എൻ്റെ മകനായാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. പൻഹാല ഫോർട്ടിൽ അവൻ ഇനി തടവിൽ കഴിയും, വീട്ടുതടവിൽ. പൻഹാല ഫോർട്ടിലെ തടവെന്ന് പറയുന്നത് ഒരു വലിയ ശിക്ഷയൊന്നുമല്ല. ഒരു രാജാവിനെ പോലെ തന്നെ അദ്ദേഹത്തിന് അവിടെ കഴിഞ്ഞു പോകാം. പക്ഷേ രാജ്യ അധികാരമൊന്നും ഉണ്ടായിരിക്കുകയില്ല. പൊളിറ്റിക്കലി നടക്കുന്ന ഒരു ചർച്ചകളും അദ്ദേഹം അറിയുകയില്ല. പക്ഷേ സുഖകരമായിട്ട് തന്നെ അദ്ദേഹത്തിന് ജീവിച്ചു പോകാം. ആരും അദ്ദേഹത്തെ ആക്രമിക്കാനായിട്ട് അവിടെ എത്തിച്ചേരുകയുമില്ല. കാരണം കനത്ത രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് സംഭാജിയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു ശിക്ഷയായിരുന്നു. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ പ്രതീക്ഷിച്ചേയില്ല. ക്രൂരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ശിക്ഷ ലഭിക്കുമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. എന്നാൽ തൻ്റെ പിതാവ് ദയ കാണിച്ചിരിക്കുന്നു. ശിക്ഷ വിധിച്ച് 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1680 ഛത്രപതി ശിവജിക്ക് കലശലായിട്ടുള്ള രോഗബാധയുണ്ടായി. ശക്തമായിട്ടുള്ള പനിയാണ്, കൂടാതെ വയറിളക്കവുമുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് പെട്ടെന്നൊരു രോഗമുണ്ടായതെന്ന് ആർക്കും ഒരു പിടിയുമില്ല. ചരിത്രകാരന്മാരിൽ തന്നെ 2 വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള ഒരു രോഗമാണെന്നാണ്, അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള രോഗം. എന്നാൽ മറ്റൊരു കൂട്ടം ഗവേഷകർ പറയുന്നത് ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു വ്യക്തിയുടെ കറുത്ത കരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. വിഷം കൊടുത്തിരിക്കുന്നു, പതിയെ പതിയെ മരണത്തിന് കീഴടങ്ങാൻ വേണ്ടിയുള്ള വിഷം കൊടുത്തത് മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ട് നേട്ടമുണ്ടാക്കാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഭാര്യയായ സൊയ്റാബായിയാണ്. കാരണം ഇപ്പോൾ ഛത്രപതി ശിവജി മരണമടയുകയാണെങ്കിൽ അടുത്ത ഛത്രപതിയാകാൻ പോകുന്നത് 10 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകനായിരിക്കും. മകനിലൂടെ തനിക്ക് ഈ അധികാരങ്ങൾ ലഭ്യമാകാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ സംഭാജി ജയിലിലാണ്, തടവിലാണ്. വീട്ടുതടവിലാണെങ്കിൽ പോലും തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ആ തടവ് ശിക്ഷയിൽ നിന്നും സംഭാജിയെ മോചിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ശിവജിയെ വ്യക്തമായിട്ട് തന്നെ സൊയ്റാബായിക്ക് അറിയാം. ശിവജി എത്രമാത്രം തൻ്റെ മൂത്ത മകനെ സ്നേഹിക്കുന്നുണ്ടെന്ന് സൊയ്റാബായിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് അവർ പോയിസൺ കൊടുക്കാനുള്ള ഒരു വലിയ സാധ്യത തന്നെയുണ്ട്. എന്തായാലും കലശലായിട്ടുള്ള രോഗബാധയുണ്ടായി. അധിക നാൾ അദ്ദേഹത്തിന് ആ രോഗവുമായിട്ട് പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. സ്വാഭാവികമായിട്ടും അടുത്ത ഛത്രപതി ഉണ്ടാകണം. അടുത്ത ഛത്രപതിയായിട്ട് മാറുന്നത് രാജാറാമാണ്.
അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നു. റായ്ഗഡിലെ ആ ഫോർട്ടിൽ വെച്ച് ആ ചടങ്ങ് ഭംഗിയായിട്ട് തന്നെ നടന്നു. പക്ഷേ ഇത് കണ്ട് ഒട്ടും താല്പര്യമില്ലാതിരുന്ന ഒരു വ്യക്തി ആ സദസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അത് സംഭാജിയുടെ ആത്മാർത്ഥ സുഹൃത്തായ കവി കലാശാണ്. പക്ഷേ കവി കലാശിന് വോയിസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ചെയ്യാൻ സാധിക്കും. അദ്ദേഹം ഒന്ന് ശ്രമിച്ചാൽ നിലവിൽ തടവിൽ കിടക്കുന്ന സംഭാജിയെ മോചിപ്പിക്കാൻ സാധിക്കും. അദ്ദേഹം മോചിപ്പിക്കുക തന്നെ ചെയ്തു. എന്തെങ്കിലും അധികാരം ഉപയോഗിച്ചിട്ടല്ല. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ചില സൈനികരെ സ്വാധീനിച്ചിട്ടാണ് സംഭാജിയെ അവിടെ നിന്നും മോചിപ്പിക്കുന്നത്. പിന്നീട് സംഭാജിയും കവി കലാശും നേരിട്ട് പോകുന്നത് സൈനിക കമാൻഡറിൻ്റെ അടുത്തേക്കാണ്. കാരണം സൈന്യം തൻ്റെ ഒപ്പമുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ രാജ്യാധികാര കൈമാറ്റം അത് അസാധുവാക്കാൻ സാധിക്കും. തനിക്ക് വളരെ അനായാസമായിട്ട് തന്നെ സൊയ്റാബായിയെ തുറങ്കലിൽ അടയ്ക്കാൻ സാധിക്കും. അതിന് ഈ കമാൻഡറിനെ കൺവിൻസ് ചെയ്യണം. കൺവിൻസ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ലെന്ന് സംഭാജിക്ക് വ്യക്തമായിട്ടറിയാം. കാരണം തൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു കമാൻഡറാണ് അദ്ദേഹം. ആ കമാൻഡറിനും സംഭാജി വളരെ പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ച് പല യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ട പരിശീലനങ്ങൾ നൽകിയിരുന്നത് പോലും ഈ കമാൻഡറായിരുന്നു. കമാൻഡറെ നേരിട്ട് കണ്ടു. അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചു. വെറും 10 വയസ്സ് മാത്രമുള്ള രാജാറാമിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? മാത്രമല്ല, ശിവജി ആഗ്രഹിച്ചത് അത്തരത്തിലുള്ള ഒരു പിൻഗാമിയെയാണോ? അദ്ദേഹം ശരിക്കും ആഗ്രഹിച്ചത് എന്നെയല്ലേ? ഞാൻ തെറ്റുതിരുത്തി ഇവിടേക്ക് വന്നതാണ്. മാത്രമല്ല, എനിക്ക് ഔറംഗസേബിൻ്റെ പല രഹസ്യങ്ങളും അറിയാം. അദ്ദേഹത്തിൻ്റെ മിലിറ്ററി പവർ എത്രമാത്രമാണെന്ന് എനിക്കൊരു വ്യക്തമായ ധാരണയുണ്ട്. വളരെ മികച്ച രീതിയിൽ തന്നെ സംസാരിച്ച് ആ കമാൻഡറിനെ വശീകരിക്കാൻ സംഭാജിക്ക് സാധ്യമായി. ഒട്ടും സമയം കളയാതെ റായ്ഗഡിലെ ആ കൊട്ടാര സമുച്ചയത്തിലേക്ക് എത്തിച്ചേർന്നു. വളരെ അനായാസമായിട്ട് തന്നെ സൊയ്റാബായിയെയും അവരുടെ വേണ്ടപ്പെട്ട ആളുകളെയും തുറങ്കലിൽ അടയ്ക്കാൻ സാധ്യമായി. അവിടെ നടന്ന അധികാര കൈമാറ്റം അസാധുവാക്കി. അടുത്ത ഛത്രപതിയായി, രണ്ടാമത്തെ ഛത്രപതി സംഭാജി അധികാരത്തിലേറി. അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തത് അവിടെ അധികാരത്തിലുണ്ടായിരുന്ന പട്ടാള അധികാരത്തിലും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അധികാരത്തിലും ഉണ്ടായിരുന്ന സൊയ്റാബായിയുടെ വേണ്ടപ്പെട്ട ആളുകളെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക എന്നതായിരുന്നു. പകരം പുതിയ പല ആളുകളെയും റിക്രൂട്ട് ചെയ്തു. കുറച്ചുകൂടെ മികച്ച ഒരു സൈന്യത്തെ ഉണ്ടാക്കിയെടുത്തു. ഈ സമയങ്ങളിലെല്ലാം ഔറംഗസേബ് വളരെ നിർണായകമായിട്ടുള്ള ഒരു കരുനീക്കം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശിവജി മരിച്ച വാർത്ത അദ്ദേഹത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ശക്തനായിട്ടുള്ള ശിവജി ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം കീഴ്പ്പെടുത്താൻ മുഗളന്മാർക്ക് സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹം മരണമടഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മറാത്തകൾ അല്പം വീക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അനായാസം അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഔറംഗസേബ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഔറംഗസേബ് നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. വളരെയധികം വലിയ ഒരു സേനയുമായിട്ടാണ് അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നത്. സ്കൗട്ടുകൾ അപ്പോൾ തന്നെ ഈ വിവരം സംഭാജിയുടെ ചെവിയിലെത്തിച്ചു. വരുന്നത് ഒരു വലിയ സേനയാണ്. കൂടാതെ ഔറംഗസേബിൻ്റെ സേന എത്രമാത്രം ശക്തമാണെന്ന് വ്യക്തമായിട്ടുള്ളൊരു ധാരണയും ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വഴിയാണ് ഇവിടെ പിന്തുടരുന്നത്. ഗറില്ല വാർ, ഒളിപ്പോർ യുദ്ധം. ഒളിപ്പോർ യുദ്ധത്തിലൂടെയാണ് ഔറംഗസേബിൻ്റെ ആ ഒരു സൈന്യത്തിൻ്റെ നീക്കത്തെ ചെറുത്തു നിൽക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നത്. ഒളിപ്പോർ യുദ്ധത്തിലൂടെയാണ് ഔറംഗസേബിൻ്റെ ആ പടയോട്ടത്തിന് ഒരു ഡിഫൻസ് നൽകാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത്. അതേസമയം തന്നെ പാരലലി അദ്ദേഹം മറ്റൊരു മാർഗം കൂടി സ്വീകരിക്കുന്നുണ്ട്. ഒരു യുദ്ധം നടക്കുമ്പോൾ സപ്ലൈ ചെയിൻ ഉണ്ടായിരിക്കണം. കാരണം ഒരുപാട് കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടാണ് സേന ശത്രു രാജ്യത്തിൻ്റെ പാളയത്തിൽ എത്തിച്ചേരുന്നത്. ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ഈ ദിവസങ്ങളിലൊക്കെ അവർക്ക് ഭക്ഷണം കഴിക്കണം, ആവശ്യമുള്ള ജലം അവർക്ക് ലഭ്യമാകണം. ഇത് ലഭ്യമാക്കുന്നത് സപ്ലൈ ചെയിനാണ്. അവരെ വളരെ അനായാസമായിട്ട് തന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു നീക്കമായിട്ടും ഈ ഗറില്ല വാറിനോടൊപ്പം തന്നെ സംഭാജി പോകുന്നുണ്ട്. അത് അതിവിദഗ്ധമായിട്ട് തന്നെ നടപ്പിലാക്കാനും അദ്ദേഹത്തിന് സാധ്യമായി. അങ്ങനെ ഔറംഗസേബിന് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിക്കാതെ മടങ്ങി മുഗൾ രാജ്യത്തേക്ക് തന്നെ പോയി. പിന്നീട് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1689 ഔറംഗസേബ് സംഭാജിയെ കീഴ്പ്പെടുത്താനായി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട 2 ജനറൽമാരെ ഉപയോഗിച്ചു.
മുഖറാബ് ഖാനും ഷർസാ ഖാനും. ഇവർ രണ്ടുപേരും പഠിച്ച പണി 18ഉം 18ഉം സംഭാജിയെ കീഴ്പ്പെടുത്താൻ സാധ്യമായില്ല. സംഭാജി വിദഗ്ധമായിട്ട് തന്നെ അവരെ ഡിഫെൻഡ് ചെയ്യുകയും മുഗളന്മാരുടെ പ്രിയപ്പെട്ട നഗരമായ ബുർഹാൻപൂർ കീഴ്പ്പെടുത്തുകയും ചെയ്തു. കീഴ്പ്പെടുത്തി ആ പ്രദേശം മറാത്തികളുടെ കീഴിലാക്കുന്നില്ല. അവിടെ ഒരു വലിയ യുദ്ധം നടത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ധനം മുഴുവനും അപഹരിച്ച് മറാത്ത സാമ്രാജ്യത്തിലേക്ക് മടങ്ങി വരികയാണ് അവർ ചെയ്തത്. ഇത് മുഗളന്മാർക്ക് ഒരു കനത്ത തിരിച്ചടിയും വലിയ നാണക്കേടുമായി മാറി. മുഗളന്മാരുടെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷമായി സംഭാജിയുടെ മറാത്തികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിന് പാരലായിട്ട് തന്നെ മറ്റൊരു നാവിക യുദ്ധവും അവർക്ക് നേരിടേണ്ടി വന്നു. ജഞ്ചിറയിലെ സിദ്ദികളാണ് അവരെ ആക്രമിച്ചത്. ജഞ്ചിറയിലെ സിദ്ദികൾ ശരിക്കും ഈ മുഗളന്മാരുടെ ഒരു അലയാണ്. മുഗളന്മാർക്ക് നാവികപരമായിട്ടുള്ള യുദ്ധങ്ങൾ ആവശ്യമുള്ളപ്പോൾ ഈ ജഞ്ചിറയിലെ സിദ്ദികളാണ് അവരെ സഹായിക്കുന്നത്. അത്തരത്തിലുള്ള നാവിക യുദ്ധമാണ് മറാത്തികൾക്ക് നേരിടേണ്ടി വരുന്നത്. അതിന് തടയിടാനായി നേരിട്ട് ഒരു നാവിക യുദ്ധം തന്നെ സംഭാജി നടത്തുന്നുണ്ട്. പക്ഷേ അതിൽ വിജയിക്കാൻ അവർക്ക് സാധ്യമായില്ല. കാരണം സിദ്ദികൾ അതിശക്തരാണ്, പ്രത്യേകിച്ചും നാവിക പടയുടെ കാര്യത്തിൽ. തനിക്ക് ഒറ്റയ്ക്ക് അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ലെന്ന് ബോധ്യമായ സംഭാജി പോർച്ചുഗീസുകാരുടെ സഹായം തേടി. ആ കാലഘട്ടത്തിൽ ഗോവ ഭരിച്ചിരുന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരോട് ഈ സഹായ അഭ്യർത്ഥന നടത്തിയെങ്കിൽ പോലും പോർച്ചുഗീസുകാർ സഹായിക്കാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, അവർ മറാത്തികളെ ആക്രമിക്കാൻ പോലും ശ്രമിച്ചു. കാരണം ആ കാലഘട്ടങ്ങളിൽ ഗോവയെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തതിനെ കുറിച്ചായിരുന്നു പോർച്ചുഗീസുകാർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവരുടെ ആ ആക്രമണങ്ങളൊക്കെ വിദഗ്ധമായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്യാൻ മറാത്തികൾക്ക് സാധ്യമായി. ഈ കാലഘട്ടങ്ങളിൽ ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഒരു ഇടപെടലും സംഭവിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ മറ്റ് പല രാജ്യങ്ങളിലും ഇടപെട്ടതുപോലെ തന്നെ അവരുടെ രാജ്യകാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചപ്പോൾ സംഭാജി വിദഗ്ധമായിട്ട് തന്നെ അത് ഒഴിവാക്കി. ബ്രിട്ടീഷുകാരെ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ അധികം വൈകാതെ തൻ്റെ രാജ്യത്തെ അപ്പാടെ നശിപ്പിക്കും. അത് ബ്രിട്ടീഷുകാരുടെ ഒരു കോളനിയാക്കി മാറ്റും. അതുകൊണ്ട് അവരെ ഒരു രീതിയിലും അടുപ്പിക്കാൻ സംഭാജി കൂട്ടാക്കിയില്ല. 1689 യുദ്ധം അതുകൊണ്ടൊന്നും ഔറംഗസേബ് അവസാനിപ്പിച്ചിരുന്നില്ല. അദ്ദേഹം സംഗമേശ്വരിൽ ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടു. പക്ഷേ അപ്പോഴൊക്കെ കവികലേഷും അതുപോലെ സംഭാജിയും അതിൽ നിന്ന് വിദഗ്ധമായിട്ട് രക്ഷപ്പെടുകയായിരുന്നു. ഒളിപ്പോരാണല്ലോ അവർ നടത്തുന്നത്, അവരെ കണ്ടുപിടിക്കുക തന്നെ വളരെ പ്രയാസമാണ്. എന്നാൽ ഔറംഗസേബിൻ്റെ കയ്യിൽ ഒരു വലിയ സേനയുണ്ട്. കൃത്യമായിട്ട് അവരെവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ അനായാസമായിട്ട് തന്നെ അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കും. പക്ഷേ എങ്ങനെയാണ് അവരെവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? അതിന് ഒരു ഒറ്റുകാരനെ വേണം. സംഭാജിയുടെ കാര്യവിവരങ്ങളൊക്കെ അറിയാവുന്നത് വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ്. സംഭാജിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ചില ആളുകൾക്ക്. അത്തരത്തിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ കിട്ടിയാൽ മതി, സംഭാജിയുടെ കഥ തീർന്നത് തന്നെ. ഔറംഗസേബിന് അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. നല്ലൊരു ഒറ്റുകാരനെ കിട്ടി. അതും സംഭാജിയുടെ വളരെ വേണ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവായ ഘനോജി ഷിർക്കെ. ഘനോജി ഷിർക്കെയ്ക്ക് ആവശ്യമായിട്ടുള്ള പണവും അധികാരവും ഒക്കെ സമ്മാനിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അതിൻ്റെ ഭാഗമായി ആ വ്യക്തി ഒറ്റുകൊടുത്തു. എവിടെയാണ് സംഭാജിയും കവികലേഷും എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നീട് അധിക നേരമൊന്നും ഔറംഗസേബിന് കാത്തു നിൽക്കേണ്ടി വന്നില്ല. അദ്ദേഹം ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സേന കവികലേഷിനെയും സംഭാജിയെയും കൊണ്ടുവന്നു. വളരെയധികം നാണം കെടുത്തുന്ന രീതിയിൽ വലിച്ചിഴച്ചുകൊണ്ടായിരുന്നു അവർ രണ്ടുപേരെയും അവിടേക്ക് കൊണ്ടുവന്നത്. കയ്യിലും കാലിലുമൊക്കെ ചങ്ങലകൾ ഉണ്ടായിരുന്നു. ആ ചങ്ങലയിൽ വലിച്ചുകൊണ്ടാണ് മറാത്തകളുടെ ഛത്രപതിയെ കൊണ്ടുവരുന്നത്. അത് സംഭാജിയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു. കാരണം മറാത്തകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനമാണ് ഏറ്റവും വലുത്. ആ ആത്മാഭിമാനത്തിന് തന്നെ വലിയ ക്ഷതം ഏറ്റിരിക്കുന്നു. സംഭാജിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അവരെ വേണമെങ്കിൽ ഇപ്പോൾ കൊല്ലാം, മറാത്ത സാമ്രാജ്യം സ്വന്തം പേരിലാക്കി മാറ്റാം. പക്ഷേ ഔറംഗസേബിന് കുറച്ചുകൂടെ ക്രൂരമായിട്ടുള്ള ചില വിനോദങ്ങളിൽ ഏർപ്പെടാനായിരുന്നു താല്പര്യം. ഛത്രപതിയെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, മറാത്തകളുടെ പ്രിയപ്പെട്ട ഛത്രപതിയായ സംഭാജി. ആ സംഭാജിയെ തൻ്റെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിലോ, ഒരു ഇസ്ലാം മത വിശ്വാസിയാക്കി മാറ്റുകയാണെങ്കിലോ, അത് മറാത്തകൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും. തൻ്റെ മുഗളന്മാർക്ക്, മുഗൾ രാജവംശത്തിന് സമ്മാനിക്കാൻ സാധിക്കുന്ന ഒരു പൊൻതൂവലായിരിക്കും. അതുകൊണ്ട് തന്നെ ഔറംഗസേബ് സംഭാജിക്ക് ഒരു വാഗ്ദാനം കൊടുത്തു.
നിങ്ങളെ വെറുതെ വിടാം, മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഛത്രപതിയായിട്ട് തന്നെ നിങ്ങൾക്ക് തുടരാം. പക്ഷേ അപ്പോൾ അധികാരം പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കുക ഔറംഗസേബിൻ്റെ മുഗളന്മാർക്കായിരിക്കും. പക്ഷേ തനിക്ക് എല്ലാ രീതിയിലുള്ള രാജ്യഭരണവും ആസ്വദിക്കാൻ സാധിക്കും, ആ സുഖലോലുപതയിൽ ഇനിയുള്ള കാലം കഴിച്ചു കൂട്ടാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം, സംഭാജി ഇസ്ലാം മതം സ്വീകരിക്കണം. പക്ഷേ അതിനൊരിക്കലും തന്നെ കിട്ടുകയില്ല, അതിനും നല്ലത് മരണമാണെന്ന് സംഭാജി ഉറക്കെ ആക്രോശിച്ചു. എന്നാൽ പിന്നെ നീ പെട്ടെന്നങ്ങനെ മരിക്കണ്ട, ക്രൂരമായിട്ട് മരിച്ചാൽ മതി, വേദന അനുഭവിച്ച് തന്നെ മരിച്ചാൽ മതി. ബലപ്രയോഗത്തിലൂടെ ക്രൂരമായി സംഭാജിയുടെയും കവി കലേഷിൻ്റെയും വിരലുകളിലുണ്ടായിരുന്ന നഖങ്ങളെല്ലാം പിഴുതെടുത്തു. വേദന കൊണ്ട് അവർ രണ്ടുപേരും പൊളയുന്നത് കണ്ട് അട്ടഹസിക്കുകയാണ് ഔറംഗസേബ്. ആ പീഡനങ്ങളൊക്കെ അനുഭവിച്ചിട്ടും സംഭാജിക്ക് മനമാറ്റം ഉണ്ടായില്ല. അതുകൊണ്ട് അടുത്ത കടമ്പയിലേക്ക് ഔറംഗസേബ് കടന്നു. അവൻ്റെ 2 കണ്ണുകളും പിഴുതെടുക്കുക. വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ക്രൂരമായി ആ കണ്ണുകൾ പിഴുതെടുക്കുന്ന ചടങ്ങാണ് പിന്നീട് അവർക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത്. അതുകൊണ്ടും സംഭാജി വഴങ്ങുന്ന ഒരു ലക്ഷണവുമില്ല. വേദന കൊണ്ട് പിടയുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് മതം മാറേണ്ട, ഇങ്ങനെ തന്നെ മരിച്ചാൽ മതി, അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മസംതൃപ്തി. പക്ഷേ അങ്ങനെയും മരിക്കാൻ അനുവദിക്കുന്നില്ല. അടുത്ത ഘട്ടമെന്ന വണ്ണം ക്രൂരമായിട്ട് അദ്ദേഹത്തിൻ്റെ തൊലി വാളുകൊണ്ട് ഉരിഞ്ഞെടുക്കാൻ തുടങ്ങി. ശരീരത്തിലുള്ള സകല തൊലികളും അദ്ദേഹം പിഴുതെടുത്തു. അങ്ങനെ ഉരിഞ്ഞെടുത്തതിന് ശേഷവും സംഭാജിയുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ലെന്ന് തിരിച്ചറിഞ്ഞ ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ കൈകളും കാലുകളും വെട്ടിമാറ്റാനുള്ള ഉത്തരവ് കൊടുത്തു. കൈയും കാലുമില്ലാതെ പിടഞ്ഞു കിടക്കുന്ന ആ വ്യക്തിയുടെ കഴുത്ത് മുറിച്ചു മാറ്റാനായിരുന്നു അടുത്ത ഉത്തരവ്. അങ്ങനെ സംഭാജിയുടെ ശരീരത്തിലെ അവസാനത്തെ ഉയിരും ഇല്ലാതെയായി. അതിനുശേഷം ആ തലയും ശവശരീരവും പല കഷ്ണങ്ങളായി നുറുക്കി അടുത്തുള്ള പുഴയിലേക്ക് വലിച്ചെറിയുകയാണ് ഉണ്ടായത്. ഒരു അവശേഷിപ്പും ബാക്കി വയ്ക്കാൻ പാടില്ല. സംഭാജിയുടെ ഈ വേദന നിറഞ്ഞ മരണം വ്യക്തമായിട്ട് ചരിത്ര രേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. ഔറംഗസേബിൻ്റെ ആ കാലഘട്ടത്തിലെ ചരിത്രകാരനായിരുന്ന അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന സാക്കി മുസ്താദ് ഖാൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകമായ മാസിർ ഐ ആലംഗിരിയിൽ ഇതിനെക്കുറിച്ച് തന്നെ പരാമർശിച്ചിട്ടുണ്ട്. പീഡനം മുറകളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പരാമർശമില്ലെങ്കിൽ പോലും ക്രൂരമായിട്ട് തന്നെ കൊലപ്പെടുത്തിയെന്ന് അതിൽ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ സംഭാജിയെ ഒരു മികച്ച മനുഷ്യനായിട്ടൊന്നും അവിടെ ചിത്രീകരിച്ചിട്ടില്ല. ഒരു കലാപകാരിയായിട്ടാണ് പരാമർശിച്ചിരിക്കുന്നത്, ഒരു തീവ്രവാദിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ചരിത്രരേഖയിൽ കാഫിർ എന്നും ഭാഗി എന്നുമുള്ള പരാമർശമുണ്ട്. ഭാഗി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കലാപകാരി എന്നാണ്. ഇത്തരത്തിൽ ക്രൂരമായിട്ട് കലാപകാരിയെ വകവരുത്തിയാൽ അത് മറ്റ് കലാപകാരികൾക്ക് ഒരു പാഠമായിരിക്കുമെന്നും അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ സംഭാജി ഒരു കലാപകാരിയായിരുന്നോ? ഒരിക്കലുമല്ല. അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ ഛത്രപതി അല്ലെങ്കിൽ ഒരു ചക്രവർത്തി ആയിരുന്നല്ലോ. അപ്പോൾ ചക്രവർത്തി എങ്ങനെയാണ് കലാപകാരിയാകുന്നത്? കലാപകാരിയാകുന്നത് ആ രാജ്യത്ത് തന്നെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. മറ്റൊരു രാജ്യത്തെ വ്യക്തി, അത് ആ രാജ്യത്തിൻ്റെ ചക്രവർത്തി ആ രാജ്യത്തിൻ്റെ ഭരണാധികാരങ്ങൾ നോക്കി നടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ ശത്രു രാജ്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ, അല്ലാതെ കലാപകാരികളില്ല. എന്നാൽ മുഗളന്മാരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. ഇത് കണ്ട് മറ്റ് കലാപകാരികളെന്ന് പറയാൻ സാധിക്കുകയില്ല, മറ്റ് മറാത്തകൾ അവർ ഭയപ്പെട്ട് പിന്മാറുകയായിരുന്നില്ല. അവർക്ക് പ്രചോദനമായി മാറുകയായിരുന്നു സംഭാജിയുടെ മരണം. അതിനെ തുടർന്ന് പിന്നീടുള്ള വർഷങ്ങളിൽ മുഗളന്മാർക്ക് കനത്ത പരീക്ഷണം തന്നെയാണ് മറാത്തകളിൽ നിന്നും നേരിടേണ്ടി വന്നത്. തുടർച്ചയായിട്ടുള്ള ഈ യുദ്ധങ്ങൾ കാരണം മുഗളന്മാരുടെ സ്ട്രെങ്ത് ഓരോ വർഷവും ക്ഷയിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ തീർത്തും ദുർബലരായിട്ടുള്ള ഒരു രാജ്യവംശമായിട്ട് മുഗളന്മാർ മാറുകയും അവർക്ക് ഒരു ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ഇല്ലാതെയാകേണ്ടി വരികയും ചെയ്തു. സംഭാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മുഗളന്മാരുടെ റെക്കോർഡ്സ് മാത്രമല്ല ഉള്ളത്, മറാത്തകളുടെ ബഖാർ ലിറ്ററേച്ചറുണ്ട്. അതിനു പുറമെ പോർച്ചുഗീസുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും റെക്കോർഡുകളിലും ഈ മരണത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ടോർച്ചർ മുറകൾ അത് എത്രമാത്രം ശരിയാണെന്നറിയില്ല. കാരണം പല ചരിത്രകാരന്മാരും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. എന്തായാലും ക്രൂരമായിട്ടുള്ള ഒരു മരണമായിരുന്നു അദ്ദേഹത്തിന് സംഭവിച്ചതെന്നതിൽ ഒരു തർക്കവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക,
ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ മെസ്സേജായിട്ട് ഇടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.